ഇതൊന്നും ക്രൈസ്തവ സഭകളല്ല, വെറും പൈശാചിക കൂട്ടങ്ങൾ. ഇന്ന് ക്രൈസ്തവ സഭകൾ എന്ന പേരിൽ നമുക്ക് ചുറ്റും പല രൂപത്തിലും ഭാവത്തിലും കാണുന്നതൊന്നും ക്രൈസ്തവ സഭകളല്ല, ക്രിസ്തുവുമായി പുലബന്ധം പോലും ഇല്ലാത്ത പൈശാചിക കൂട്ടങ്ങളാണ് എന്ന് സമർത്ഥിക്കുന്നത് മറ്റാരുമല്ല, മൈ ചർച്ച് മൂവ്മെന്റ് സ്ഥാപകൻ ശ്രീ എ.വി. തോമസ് ആണ്. വിശുദ്ധ വേദപുസ്തകം മനസ്സിരുത്തി വായിച്ചപ്പോൾ, അതിൻ്റെ പൊരുൾ ഗ്രഹിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് ഈ സത്യം മനസ്സിലായത്. ഇദ്ദേഹം ഒരു പുരോഹിതനോ പാസ്റ്ററോ അല്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയുകയും ഹൃദയം കൊണ്ട് ഏറ്റുപറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരാളാണ് എ.വി. തോമസ് അച്ചായൻ. ഇന്ന് കാണുന്നവയൊന്നും ക്രൈസ്തവ സഭകളല്ല, വെറും പൈശാചിക കൂട്ടങ്ങളാണെന്ന് ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികളും സമ്മതിക്കുമെങ്കിലും മക്കളുടെ വിവാഹം നടത്തുവാൻ, ആരെങ്കിലും ഒന്ന് മരിച്ചു കഴിഞ്ഞാൽ കുഴിച്ചിടുവാൻ എന്ത് ചെയ്യും എന്നൊക്കെ ഓർത്തു മാത്രമാണ് ഇന്ന് ഭൂരിഭാഗവും ഇത്തരം പൈശാചിക കൂട്ടായ്മകളിൽ കുടുങ്ങിക്കിടക്കുന്നത് എന്ന് മനസ്സിലാക്കണം. സത്യമല്ലേ? വിശുദ്ധ വേദപുസ്തകത്തെ ഇദ്ദേഹം ഒരു ആദായമാർഗമായി കണ്ടിട്ടില്ല. സുവിശേഷ പ്രവർത്തനം ഒരു ഉപജീവന ഉപാധിയുമായി ഇദ്ദേഹം കണ്ടിട്ടുമില്ല. ദക്ഷിണേന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു മാനേജ്മെന്റ് വിദഗ്ധനും സംരംഭകനുമായ ഇദ്ദേഹം ആയിരുന്ന മേഖലകളിലെല്ലാം ഒരു സംരംഭകൻ എന്ന നിലയിലും ഒരു കുടുംബസ്ഥൻ എന്ന നിലയിലുമെല്ലാം വിജയം കൈവരിച്ച വ്യക്തിയാണ്. ഈ 82-ാം വയസ്സിലും നന്നായി അധ്വാനിക്കുന്ന, സ്വന്തം നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കുന്ന ഒരാൾ. നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ മന്ദിരങ്ങളാണ്. ദൈവാത്മാവ് കുടികൊള്ളുന്നത് പള്ളികളിലല്ല, നമ്മുടെ ഉള്ളിലാണ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പക്ഷം. ഈ 82-ാം വയസ്സിലും ദൈവവചനം എത്ര സമയം വേണമെങ്കിലും സംസാരിച്ചിരിക്കുവാൻ എ.വി. തോമസ് അച്ചായന് യാതൊരു മടിയുമില്ല, ക്ഷീണവുമില്ല. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ചില സംശയങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയുന്ന ഒരു പരമ്പര 10 എപ്പിസോഡുകളിലായി ഇന്നു മുതൽ ഞങ്ങൾ i2i ന്യൂസിൽ ആരംഭിക്കുകയാണ്. സത്യപ്രഭ എന്നാണ് ഈ പരമ്പരയുടെ പേര്. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാത്രി 9:30-ക്കാണ് ഞങ്ങളിത് സംപ്രേഷണം ചെയ്യുന്നത്. കാണുക, അഭിപ്രായം രേഖപ്പെടുത്തുക. സത്യപ്രഭ 1-ാം ഭാഗം, ക്രിസ്തുവിനെ അറിയുവാൻ ക്രിസ്ത്യാനിയാകണോ? എനിക്കുള്ള സംശയം ഇതാണ്: ക്രിസ്തു ഏതെങ്കിലും ഒരു മതം സ്ഥാപിച്ചിട്ടുണ്ടോ? ക്രിസ്തുവിനെ അറിയാൻ ഒരാൾ ക്രിസ്ത്യാനിയാകണോ? അതല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ക്രിസ്ത്യാനിയാകുന്നത്? കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ക്രിസ്ത്യാനി എന്നുള്ള വാക്കൊരു മിസ്നോമറാണ്. അതായത് യേശു തമ്പുരാൻ ജീവിച്ചിരുന്ന കാലത്ത് പറഞ്ഞു, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. യേശുവിൻ്റെ വഴിയെ പോയവരെ ആൾക്കാർ അന്ന് വിളിച്ചിരുന്ന ആ വഴിക്കാർ അങ്ങനെയാണ്. എന്നാൽ അന്ത്യോക്യയിൽ കുറേ ആൾക്കാർ കൂടിയ ഉടനെ അവർ ഒരു മിസ്നോമറായ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ചതാണ്. അത് നമ്മളെ ഗുണപ്പെടുത്തിയതാണോ നമുക്ക് പാര വെച്ചാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഒരുത്തർക്കും അതേപ്പറ്റി വലിയ വിവരമില്ല. ഒരുവൻ ക്രിസ്തുവിലാകുക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചോളം ഇപ്പോഴത്തെ ഇവിടെ പ്രകാരം അവൻ ക്രിസ്ത്യാനി, ഓക്കെ, അങ്ങനെ ആയിക്കോട്ടെ. ഒരുവൻ ക്രിസ്തുവിലാകുക എന്ന് പറഞ്ഞിരുന്നാൽ അതിൻ്റെ അർത്ഥം യേശുവിൽ വിശ്വസിക്കുക. യേശു കർത്താവ്, അവനെ പിതാവായ ദൈവം ഉയർപ്പിച്ചു. ഇത് വാ കൊണ്ട് ഏറ്റുപറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഒരു ക്രിസ്ത്യാനി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ പൗരസപ്പസ്തോലൻ ഒരു കാര്യം പറഞ്ഞു, അത് വളരെ റെലവൻ്റാണ്. എന്താണെന്നറിയോ? അദ്ദേഹം പറഞ്ഞതിൻ്റെ പൊരുൾ എന്താണെന്ന് വെച്ചാൽ, ഞാൻ നിങ്ങളെ ഇതെല്ലാം പഠിപ്പിച്ചു, പക്ഷേ ഇതൊക്കെ ആയിട്ടും നിങ്ങളിലൊരു വ്യതിയാനം, ഞാൻ ഉദ്ദേശിക്കുന്ന വ്യതിയാനം കാണുന്നില്ല എന്ന് കണ്ടിട്ട് അദ്ദേഹം ഒരു വാചകം പറഞ്ഞു, നിങ്ങളിൽ ക്രിസ്തു ഉരുവാകുവോളം ഞാൻ ഗർഭവേദന അനുഭവിക്കുന്ന ഒരു സ്ത്രീയെപ്പോലെ വേദന അനുഭവിക്കുന്നു. ഇതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു ഉരുവാകണം. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് ചുമ്മാ പേരും കൊണ്ട് ക്രിസ്ത്യാനി ആവുകയില്ല. ക്രിസ്തു ഉരുവാകണം. അതിന് ആദ്യത്തെ ഘടകമാണ് അവൻ യേശുവിൽ വിശ്വസിക്കണം. യേശുവിൽ വിശ്വസിച്ചിട്ട് ഈ യേശു തമ്പുരാൻ എങ്ങനെയാണ് ജീവിച്ചത് അതവൻ്റെ ജീവിതത്തിൽ അനുകരിക്കാൻ ശ്രമിക്കുമ്പോൾ അവനൊരു ക്രിസ്ത്യാനിയായി.
അവൻ്റെ ഉള്ളിൽ ക്രിസ്തു ജനിച്ചു. അതിന് വിശുദ്ധ വേദപുസ്തകം പറയുന്നത് പുതിയ സൃഷ്ടി. ഇതാണ് ക്രിസ്ത്യാനി. അല്ലാതെ ചുമ്മാതെ നാമധേയം ക്രിസ്ത്യാനികളുണ്ട്, അവരും ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. ക്രിസ്തു അവരുടെ ഉള്ളിൽ ജനിക്കണമെങ്കിൽ അവർ യേശുവിൽ വിശ്വസിക്കണം. അതിൻ്റെ ഡെഫിനിഷൻ ഞാൻ പറഞ്ഞതാണ്. യേശു കർത്താവ്, അവനെ പിതാവായ ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ്റെ ഉള്ളിൽ ക്രിസ്തു ഉരുവായി. ക്രിസ്തു ഉരുവായാൽ അവൻ ഒരു ക്രിസ്ത്യാനിയായി. പിന്നീട് യേശുവിൻ്റെ ജീവിതത്തെ അനുകരിക്കാനായിട്ട് അവൻ ശ്രമിക്കുന്ന സന്ദർഭത്തിൽ അവൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് പോകുന്ന, അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോകുന്നതാണ്. ഒരു ബൈബിളും ഒരു ക്രിസ്തുവുമാണ് എങ്കിലും ഓരോ സഭകളുണ്ടാക്കി ഓരോ തരം ആരാധനകളും താരിപ്പുകളും ഒക്കെയായി മുന്നോട്ട് പോകുന്നു. നമുക്കറിയാം, ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ പലതരം പൗരോഹിത്യ സഭകളുണ്ട്, പ്രൊട്ടസ്റ്റന്റ് സഭകളുണ്ട്, ന്യൂജൻ സഭകളുണ്ട്. ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ആരുടെ പ്രാർത്ഥന അല്ലെങ്കിൽ അവരുടെ ആരുടെ രീതികളാവാം ഇഷ്ടം? കർത്താവെ, ഇതൊക്കെ വളരെ യുഗങ്ങൾക്ക് മുൻപേ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. പക്ഷേ ഇപ്പോഴെങ്കിലും അത് കേൾക്കാൻ ഇടയാക്കിയ കർത്താവിന് സ്തോത്രം. ഇപ്പോഴുള്ള ഈ സഭകൾ യേശു സ്ഥാപിച്ച സഭകൾ അല്ല. ഇതിൻ്റെ വലിയ ആളെന്ന് പറഞ്ഞ പിശാചാണ്. യേശു വന്നു, സഭ സ്ഥാപിച്ചു. എങ്ങനെ? ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് യേശു തമ്പുരാൻ പറഞ്ഞു. ഇവർ ഈ 45,000 സഭകളുണ്ട്. ഇതെല്ലാം പാതാള ഗോപുരങ്ങളെ ജയിപ്പിക്കുന്നതാണ്. ഇതും യേശുവുമായിട്ടൊരു ബന്ധമില്ല. പിന്നെ പ്രാർത്ഥിക്കുന്നതും ആരാധന നടത്തുന്നതും ശരിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ യേശു തമ്പുരാൻ പഠിപ്പിച്ചതുപോലെ വള്ളി പുള്ളി വിസർഗ വ്യത്യാസമന്യേ പരിപാലിക്കുന്നതും ആരാധിക്കുന്നതും ആയുള്ളതാണ് ആരാധന. ആരാധനയ്ക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ശരിയാണോ ഇല്ലെന്ന് മനസ്സിലാക്കാൻ ഞാൻ കാണിച്ചു തരാം. ആരാധനയ്ക്ക് നിങ്ങൾ ദേവാലയത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ ആലയമാണ്. നിങ്ങൾ പാപം ചെയ്തിട്ടുള്ളതാണെങ്കിൽ കയറരുത്, അവിടെ നിൽക്കണം. അവിടെ നിന്നിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു എന്ന ഒരു മഹാപുരോഹിതനുണ്ട്. ആ മഹാപുരോഹിതനോട് കർത്താവേ, അടിയൻ പാപം ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണമേ എന്ന് ദുഃഖത്തോടു കൂടി പറയണം. പറയുന്ന ഉടനെ നിങ്ങളിത് കേൾക്കാനായിട്ട് ഏറ്റവും താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് യേശു. ഉടനെ തന്നെ താനെ നീ അത് പശ്ചാത്തപിക്കുന്നുവോ? പശ്ചാത്തപിക്കുന്നു. ഞാൻ നിൻ്റെ പാപങ്ങൾ ക്ഷമിച്ചു തന്നിരിക്കുന്നു. നിൻ്റെ പാപങ്ങൾ രക്താംബരം പോലെ ചുവപ്പാണെങ്കിലും അത് ഞാൻ മഞ്ഞ് പോലെ വെള്ളയാക്കിയിരിക്കുന്നു. നീ വിശുദ്ധനാണ്, ദേവാലയത്തിലേക്ക് കയറിക്കൊള്ളുന്നു യേശു പറയും. ഞാൻ ഈ പറഞ്ഞ നിങ്ങൾക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ചെയ്തിട്ടില്ല, ചെയ്തു നോക്ക്. യേശു നിങ്ങളോട് പറയും. ശബ്ദത്തിലാണോ വല്ല സൈനാണോ? അങ്ങനെ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ മനസ്സിൽ റീമ എന്ന ഭാഷയിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയും, നിൻ്റെ പാപം ഞാൻ മോഹിച്ചു തന്നിരിക്കുന്നു. നിൻ്റെ കണ്ണുനീര് ഞാൻ കണ്ടു, നിൻ്റെ നുറുങ്ങിയ ഹൃദയം ഞാൻ കണ്ടു, നിൻ്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു, നീ കയറിക്കൊള്ളുക എന്ന് പറഞ്ഞ് അതിനകത്ത് നടക്കുന്നതാണ് ആരാധന. ക്രിസ്തു എങ്ങനെയാണ് പിതാവാം ദൈവത്തോട് പ്രാർത്ഥിച്ചത്, അല്ലെങ്കിൽ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നാണ് നമ്മെ പഠിപ്പിച്ചത്? കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ക്രിസ്തു അല്ല നമ്മളെ പഠിപ്പിച്ചത്, യേശുവാണ്. യേശു എന്ന് വെച്ചാൽ ദൃശ്യനായ ഗുരുവും കർത്താവുമായവൻ്റെ അടുക്കൽ ശിഷ്യന്മാർ ചോദിച്ചു, കർത്താവേ, പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് പറയുക, യോഹന്നാൻ സ്നാപകൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. ഞങ്ങൾക്കറിയത്തില്ല, ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണമേ എന്ന് ചോദിച്ചുടനെ തന്നെ പറഞ്ഞു, ഞാൻ പഠിപ്പിക്കാം നിങ്ങളെ. സ്വർഗത്തിനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിൻ്റെ രാജ്യം വരയണമേ, നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ തിന്മപ്പെട്ടവൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വം എന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമേൻ. ഇതിനകത്ത്
പല കാര്യങ്ങളും നിങ്ങൾ ഗ്രഹിക്കാത്തതുകൊണ്ട്, പക്ഷെ അതിൽ ഒന്ന് മാത്രം ഞാൻ പറയാം. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമെന്ന് യേശു പഠിപ്പിച്ചിട്ടില്ല. ചോറും സാമ്പാറും അല്ല ഇവിടെ പറയുന്നത്. അപ്പം എന്ന് വെച്ചാൽ അർത്ഥം എന്തുവാ? ഐ ആം ദ ബ്രെഡ് ഓഫ് ദ വേൾഡ്. ഇന്നത്തെ എൻ്റെ ജീവിതത്തിന് യേശുവിൻ്റെ സഹായം എനിക്ക് ആവശ്യമുണ്ട്. അത് തരണമേ. ഗിവ് us this day our daily bread. അതിന് പകരം ആഹാരം. ഇതാണ് ശൂന്യവും മ്ലേച്ഛതയുമായ സംഗതികളാണ് ഇവർ പറയുന്നത്. അത് കാരണത്താൽ അതിന് പ്രാർത്ഥനയെന്ന് പറയാൻ സാധ്യമല്ല. യേശു തമ്പുരാൻ പഠിപ്പിച്ചത് എങ്ങനെയാണ്? ആദ്യത്തെ എങ്ങനെയാണ് കേൾക്കുന്നത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ നാമം, ദൈവനാമം വിശുദ്ധമാക്കപ്പെടണമെന്നാണ് പറയുന്നത്. ചില ഉപദേശിമാരൊക്കെ പ്രാർത്ഥിക്കാണ്ട് ചെന്നാൽ ഉടനെ തന്നെ ഇതെല്ലാം അവരാരും ഇത് പറയത്തില്ല. വായി വരുന്ന കോതയ്ക്ക് വാട്ടെന്ന് പോലെ അങ്ങ് പറഞ്ഞിട്ട് ഒരു ആമീനും പറഞ്ഞാൽ അത് പ്രാർത്ഥനയല്ല. പ്രാർത്ഥനയിൽ certain elements are there. ഈ പ്രാർത്ഥന, കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ചൊല്ലാത്തതാണ് ഈ 45,000 സഭകളിൽ മിക്കതും. അപ്പോൾ അവരുടെ കാര്യം, അവരുടെ പ്രാർത്ഥനയെ പറ്റി വേണ്ട എന്താണെന്ന് ചോദിച്ചതിന് ഉത്തരം ഞാൻ പറയുന്നത്, നുറുങ്ങിയ ഹൃദയത്തോടുകൂടി ദൈവത്തോട് നിങ്ങൾ സംസാരിക്കുക. അപ്പോഴെന്ത് വരും? കണ്ണുനീര് വരും. ഉടനെ കൂടുതൽ കണ്ണുനീര് വരുത്താൻ ദൈവം സമ്മതിക്കത്തില്ല. എന്തോ മക്കളെ പ്രശ്നം? ഇതിൻ്റെ പോലെ വിഷമിക്കിട്ടാണ്. നിൻ്റെ ഭാരം യഹോവയിന്മേൽ ഇട്ടുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. ഇതാണ് പ്രാർത്ഥനയുടെ അന്ത്യം. അവന് സമാധാനം ലഭിക്കുന്നു, അവൻ വീട്ടിൽ പോകുന്നു, അവൻ എല്ലാവരുമായിട്ട് വളരെ സ്നേഹത്തിലും സന്തോഷത്തിലും കഴിയുന്നു. ഇതിനാ പ്രാർത്ഥന എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കും. കർത്താവ് യേശു ഏതെങ്കിലും പ്രാർത്ഥിക്കുവാനായി ദേവാലയത്തിൽ പോയിരുന്നു? അതല്ല ഉച്ചത്തിൽ അദ്ദേഹം പ്രാർത്ഥിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ടോ? അതുപോലെ ഏതെങ്കിലും ഈ ദേവാലയങ്ങളുടെ പ്രസക്തി ഉണ്ടോ? ദേവാലയങ്ങളുടെ പ്രസക്തി ഉണ്ട്. ദേവാലയങ്ങൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതനുസരിച്ച് പ്രസക്തി ഇല്ലാത്തതും പ്രസക്തി ഉള്ളതുമായി മാറുന്നു. യേശുവിനെ സംബന്ധിച്ചിടത്തോളം യേശു ദേവാലയത്തിൽ പോയിരുന്നു. എല്ലാ വിശേഷ അവസരത്തിലും പോയിരുന്നു. ആണ്ടിൽ 2 പ്രാവശ്യം ഏത് സ്ഥലത്താണെങ്കിലും ദേവാലയത്തിൽ പോകണം. അത് യഹൂദന് വിധിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണെന്നുള്ളതാണ് ഈ ചോദ്യത്തിൻ്റെ ധ്വനി. അതെ. പിലാവിൻ്റെ ചവിട്ടിയിരുന്നാൽ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കത്തില്ലയോ? മാവിൻ്റെ ചവിട്ടിയിരുന്നാൽ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും. പക്ഷേ എങ്കിലും ദേവാലയത്തിൽ പോകുന്നതിന് എന്നെ ഇത് പഠിപ്പിച്ചത് ആരാന്നറിയോ? പരിശുദ്ധാത്മാവാ. ഇത് പോയി നിങ്ങൾ ഏതെങ്കിലും ബുക്കിൽ ചെന്ന് നോക്കിയാൽ കാണത്തില്ല. പരിശുദ്ധാത്മാവൻ ഞാനോട് ചോദിച്ചു, കർത്താവേ, ഈ പള്ളി തന്നെ പോണോ? ഈ പള്ളിയിൽ ഇവർ കാണിക്കുന്ന ഇന്ന സംഗതികൾ തെറ്റാണ്, കള്ളമാണ്, അതുകൊണ്ട് പോണോ? അതിന് മറുപടി വന്ന് എങ്ങനെയാണെന്നറിയോ? മോനെ, യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ് ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ഡ്വെൽസ് ഇൻ യു എന്നുള്ളത് നിനക്കറിയാമോ? അറിയാവേ. നീ ദേവാലയത്തിൽ നിൽക്കുമ്പോൾ നിന്റെ മുമ്പിൽ നിൽക്കുന്നത് നിന്നേക്കാൾ മഹത്വമുള്ള ഒരു ദേവാലയമല്ലയോ? നീ നിന്റെ പുറകിൽ നിൽക്കുന്നത് നിന്നേക്കാൾ മഹത്വമുള്ള ഒരു ദേവാലയമല്ലയോ? നീ നിന്റെ ഇടതുവശത്ത് നിൽക്കുന്നത് നിന്നേക്കാൾ മഹത്വമുള്ള ഒരു ദേവാലയമല്ലയോ? നീ നിന്റെ വലതുവശത്ത് നിൽക്കുന്നത് നിന്നേക്കാൾ മഹത്വമുള്ള ഒരു ദേവാലയമല്ലയോ? ഈ ദേവാലയങ്ങളുടെ മധ്യത്തിൽ നിന്നല്ലയോ നീ ദൈവത്തെ വിളിക്കേണ്ടത്? നീ ഇതാണ് നിങ്ങൾ ദേവാലയത്തിൽ പോകുന്നതിൻ്റെ പ്രസക്തി. പക്ഷേ അവിടെ പോയി നിങ്ങൾ നുറുങ്ങിയ ഹൃദയത്തോടുകൂടി സ്വർഗത്തിലെ ദൃശ്യം കാണുന്നുവോ? സ്വർഗത്തിലെ ദൃശ്യം എന്താ? സ്വർഗത്തിലെ ദൃശ്യം എന്ന് പറഞ്ഞിരുന്നാൽ നമ്മുടെ സ്തേഫാനോസിന്റെ കല്ലെറിഞ്ഞു അവൻ മരിക്കാനായിട്ട് പോകുന്ന സന്ദർഭത്തിൽ അവനൊരു വാക്ക് പറഞ്ഞു. സ്വർഗം തുറന്നിരിക്കുന്നതും പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് മശിഹ നിൽക്കുന്നതും ഞാൻ കാണുന്നു. നമ്മൾ സാധാരണ പറയുന്ന വലത്ത് ഭാഗത്ത് ഇരിക്കുന്നെന്താ, നിൽക്കുന്നു എന്നാണ് അവൻ പറഞ്ഞത്. ഈ ദൃശ്യം അവൻ കണ്ടതും അത് അവൻ്റെ മരണമൊഴിയുമായ സ്ഥിതിക്ക് നമുക്ക് വിശ്വസിക്കാമല്ലോ. ഈ കണ്ടിട്ട് ഈ നിൽക്കുന്ന മശിഹായോട് കർത്താവേ കരുണ തോന്നണമേ എന്ന് നമുക്ക് പറയാമല്ലോ. ഇതിനാണ് നിങ്ങൾ ദേവാലയത്തിൽ പോകുന്നത്. നിങ്ങളുടെ സന്തോഷവും നിങ്ങളുടെ സന്താപവും ദൈവത്തെ അറിയിക്കുന്നതിന് നല്ലൊരു അവസരമാണ്. ഇപ്പം ഞാൻ സാന്ദർഭികമായി വന്ന് പറഞ്ഞോട്ടെ, അവൻ നിൽക്കുന്നു, ഇരിക്കുന്നു. ഇത് നിങ്ങൾ ഈ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ ആൾക്കാരോടോ
അല്ലെങ്കിൽ തിയോളജിനോട് വന്ന് ചോദിര്, ഇരിക്കുന്നതിൻ്റെ കാര്യം പറയാൻ അവൻ ആയുസ് വിചാരിച്ചാൽ സാധിക്കത്തില്ല. പിന്നെ ഞാനിതെങ്ങനെ പറയുന്നു എന്നല്ലേ, ഞാനത് വായിട്ട് ചോദിച്ചു, കർത്താവേ നിൽക്കുന്നോ? ആ നിൽക്കുന്നു. അതെന്താ നിൽക്കുന്നത്? അങ്ങനല്ലല്ലോ ഞങ്ങൾ പറയുന്നത്. വിശ്വാസ പ്രമാണത്തിൽ പറയുന്ന പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നവനും. ആ മോനെ, ഈ സന്ദർഭം ഏതാന്ന് നീ പറ. എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനെ കല്ലെറിഞ്ഞ് അവർ കൊല്ലുന്നു. ആ ദൃശ്യം കാണാതിരിക്കുന്നതിന് ആദ്യത്തെ കല്ല് അവൻ്റെ കയ്യിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പേ എൻ്റെ കുഞ്ഞിനെ ഞാൻ ഓടിപ്പോയി എടുക്കുന്നതിന് ഇരുന്നോണ്ടാണോടാ? അല്ലേ? അതാണ് നിൻ്റെ അമ്മ. നീ ഓരോ മണ്ണിലും അതിലൊക്കെ കളിക്കുന്ന ഉടനെ, വൃത്തികേട് കാണിക്കുന്ന ഉടനെ ഓടി വന്ന് എടുക്കുകയല്ലേ? അന്നേരം അവൾ കിടക്കുകയാണോ, ഇരിക്കുകയാണോ, നിൽക്കുക? ഓ, അതിൻ്റെ കുഞ്ഞിനെ എടുക്കാൻ വേണ്ടി നിന്നതാണോ കർത്താവേ? അതെ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എനിക്ക് ഭയങ്കര തൃപ്തി തോന്നി. ഓ കർത്താവേ, എന്തോ ഒരു മനസ്സലിവുള്ള യഹോവയാണ്. ഈ കണക്കിനാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ആൾക്കാർ കൊന്നാലും ശരി, എൻ്റെ കർത്താവ് എന്നെ രക്ഷിക്കും. എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഞാൻ ഏൽപ്പിക്കുന്നേന്നാണ് അവൻ പറഞ്ഞത്. അവൻ്റെ ആത്മാവ് തൃക്കൈയിൽ ഏൽപ്പിക്കപ്പെട്ടു. ഇതാണ് ഈ ദേവാലയത്തിൽ പോകുന്നതും പോകാത്തതും തമ്മിലുള്ള വ്യത്യാസം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.